ഹലോ ഗൈസ്, വെൽക്കം ടു ചാനൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്കാണ് പോകുന്നത്. എന്താണ് എവിടെയാണെന്നൊക്കെ ഉള്ളത് വഴിയെ പറയാം. ഞങ്ങളിപ്പോൾ തൃശ്ശൂരുള്ള ജയലക്ഷ്മിയിലാട്ടോ നിൽക്കണത്. ഞങ്ങൾക്ക് മോൻ്റെ ബർത്ത്ഡേ വരികയാണ് ഡിസംബറിൽ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. എനിക്ക് ഗൗണും അനിയത്തിക്ക് ഡ്രസ്സൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ നമുക്ക് നോക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. കിട്ടുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഭംഗിയൊക്കെ ആയിട്ടാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ മേലെയും വേണമെന്ന് അറിയാത്തത്. ഇഷ്ടമായോ? അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. 2280 രൂപ. ബ്ലൂ ഒക്കെ ആണുള്ളത്. ഇനിയിപ്പോൾ ലൈനിങ്ങും കൂടി ഇടുമ്പോൾ കളർ ശരിയാവും. ഇതാകുമ്പോൾ ഇതിൽ വെച്ച് നോക്കണേ. ഇതൊക്കെ കിടക്കേണ്ടത് ഇടം പിടിച്ചിട്ട് ഈ വശത്തെ നോക്കുന്നത് ഏത് എങ്ങനെ പിടിക്കുന്നത് നല്ല രസമുണ്ടാവും. എങ്ങനെ ഫുൾ കൺഫ്യൂഷനാണ് ഗൈസ്. അതെ, ഇവിടെ തുണികളില്ല. അപ്പോൾ അനിയത്തിയുടെ ഡ്രസ്സ് കൺഫേം ആയില്ല. ഈ കളറിൽ കണ്ട് ഈ ഒരു ഡിസൈനിലാണ് എടുക്കുന്നത്. ഇത് ഉള്ളിൽ വയ്ക്കാനും പിന്നെ പാൻറ്റ് ഷോള് അങ്ങനത്തെ പീസായിട്ട്. ജ്യോതി, ഈ ഓണത്തിന് വർക്കുകളെന്ന ബ്ലൗസിൻ്റെ അതിൻ്റെ ഷോള്, ആ ഷോളിന് എൻ്റെ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇതെനിക്ക് ഉള്ളിൽ വെക്കാനുള്ള പീസ്, പുറമെ വയ്ക്കാനുള്ള പീസ് ഓൾറെഡി പാക്ക് ചെയ്തു കേട്ടോ അവർ. പിന്നെ ഇപ്പം ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ ടാസ്ക് എൻ്റെ മോന് ഡ്രസ്സ് എടുക്കുക, എൻ്റെ ഹസ്ബൻഡിന് ഡ്രസ്സ് എടുക്കുക. സെയിം കളർ കിട്ടണം. ഞങ്ങൾക്ക് തന്നെ ഈ കളർ കിട്ടണ്ടായിരുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ കളർ കിട്ടിയിരിക്കുന്നത്. അതെല്ലാം മാച്ചിങ്ങിന് വരണം. നെറ്റ് എടുത്തിട്ടുണ്ട്, ഉള്ളിലത്തേക്കുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് മോൻ്റെയും കൂടി ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങളിതാ മോന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. എന്നാലും നമുക്ക് ഈ കളറാണ് വേണ്ടത്. കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും പോയിന്ന് ഇങ്ങനെ നടക്കാം അല്ലേ? എനിക്ക് തിരിയാ. 5ാമത്തെ ഫ്ലോറിലാണ് കുട്ടികളുടെ സെക്ഷൻ വരുന്നത്. വല്ലാതെ ചെറുത് വേണ്ട, ഞാൻ ഊരിക്കും അഴുക്കാറുള്ളത്. നല്ല ലൈറ്റ് കളർ ഗൈസ്. നമുക്ക് കിട്ടിയില്ല, നമ്മൾ ചമ്മി. ഈ കളറും കൊണ്ട് എവിടെ പോയാലും കിട്ടുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും നമുക്ക് തെണ്ടിത്തിരിയാം. ഒരു ദിവസം ഉണ്ടല്ലോ മുമ്പിൽ. ഇനി ഈ ടാസ്ക് കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് ഹസ്ബൻഡ് നൊടിയെടുക്കില്ല. വരി പോവാം. ഗൈസ്, ഞങ്ങൾക്ക് വൈറ്റി കാറ്റ് കയറി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. സഫയർ ഹോട്ടലിലാണ് കേട്ടോ. തൃശ്ശൂർ എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾക്ക് ഡ്രസ്സ്, മോൻ്റെ ഡ്രസ്സ് ഒക്കെ ഞങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. വൈറ്റി കാറ്റ് കയറിയിട്ട് ഒരു രക്ഷയില്ല. നമ്മൾ മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്.
മസാല ഇട്ട് ഇത് ഫിഷ് ബിരിയാണി, ഐക്കൂറ ഫിഷാണ്. നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും. നമ്മള് മിന്റിലൈൻ കുടിച്ച് ഫിനിഷ് ചെയ്യാം. ഞങ്ങളൊരു സ്വീറ്റ് കോൺ വെജ് സൂപ്പും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ട് ഈ വെയിലത്ത് നടന്ന്. അപ്പോൾ പർച്ചേസൊക്കെ ഏകദേശമൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി സെറ്റാക്കാനുള്ളൂ. 2 hours later. ഗൈസ്, ഞങ്ങൾ വന്നു. പിന്നെ നേരെ എല്ലാവരും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, കിടന്നുറങ്ങി. ഇപ്പോൾ കുറേ നേരം എണീറ്റിട്ട് പിന്നെ കുറേ നേരം ഹാളിലിരുന്ന് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് വന്നു. ഇപ്പോൾ രാത്രിയിലത്തെ പ്രിപ്പറേഷനിലേക്ക് കയറുകയാണ്. ആദ്യം പുറത്തുനിന്ന് വാങ്ങാമെന്നാണ് ഇങ്ങനെ ആലോചിച്ചത്. പിന്നെ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്കും പുറത്തു നിന്നാണല്ലോ എന്ന് ഓർത്തപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ബിരിയാണി റൈസ് ഇരിപ്പുണ്ട്, അത് വെച്ച് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മയ്ക്ക് ഉപ്മാവ് ഉണ്ട് രാവിലത്തെ, അത് മതി എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത കുക്കിങ്ങിലോട്ട് കയറട്ടെ. അമ്മ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു പുറത്ത് പോയത്? സൂപ്പറായിരുന്നു. കുറേ നാളിന് ശേഷമല്ലേ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു പർച്ചേസിന് പോണത്. ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കല്ലേ, എപ്പോഴെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ ഒരു ജോലി അതിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പറ്റിയ ഒരു വണ്ടിയും കിട്ടി. ഒരു കുഞ്ഞു ഓട്ടം ഞങ്ങൾക്ക് പാകത്തിനുണ്ടായിരുന്നു. അതിൽ ഹാപ്പി ആയിട്ട് പോയിട്ട് സന്തോഷമായിട്ട് പോയ നമ്മളെവിടെങ്കിലും പോയപ്പോൾ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും. അതൊന്നും അങ്ങനെ കാണുന്നില്ല. എന്താന്ന് വെച്ചാൽ മനസ്സിന് നല്ല സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഉണ്ട്, എവിടേക്കോ വേദനകളുണ്ട്. നമ്മളിങ്ങനെ നടന്നിട്ട് തുണികൾ വാങ്ങാൻ ഓട്ടോ ഇട്ടയും ഓട്ടമല്ലേ, വെയിൽ. ഓട്ടോ ഒരു സ്ഥലത്ത് നിർത്തിയാൽ വേറെ സ്ഥലത്തല്ലേ അവര് പാർക്ക് ചെയ്യാൻ കൊണ്ടുപോയിട്ട്. അപ്പോൾ അവിടെ നിന്ന് നടക്കണം. എന്നാലും ഇതൊരു ജോലി ഉണ്ടായിരുന്നു, നല്ലൊരു സന്തോഷം. വന്നിട്ടും നമുക്ക് അതിൻ്റെ ഇതൊന്നും അങ്ങനെ അറിയുന്നില്ല. എനിക്കും ജ്യോതിക്കും നല്ല തലവേദന ഉണ്ട്. അത് ആ വെയിൽ കൊണ്ടതിൻ്റെയാ തോന്നുന്നു. ഞങ്ങൾക്ക് പിന്നെ പുറത്ത് പോയി വന്ന സ്ഥിരമാണ് ഈ തലവേദന. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ, വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കാറിനാണ് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നല്ല ടയേർഡായിട്ടുണ്ടാവും. അച്ഛന് ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. അപ്പം അച്ഛന് ആ ചപ്പാത്തി അമ്മ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഞങ്ങൾക്കും റൈസൊക്കെ റെഡിയായി. മോനും കഴിച്ചു. ഇനി ഞങ്ങൾ കഴിച്ചിട്ടില്ല, റെഡിയാക്കണം. അമ്മ ചപ്പാത്തി പരത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടൻ പോയി ചുട്ടെടുത്തോളാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു. ഞങ്ങൾ ബർത്ത്ഡേക്ക് ആയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ ഓടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞങ്ങൾ പോയി വന്നു. കുറേയൊക്കെ മാക്സിമം വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കുറേയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളിതാ മരുന്നൊക്കെ കഴിച്ച് ഇനി കിടന്നുറങ്ങാനുള്ള പ്ലാനിലാണ്. തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.